അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് വീഡിയോ നോക്കാൻ പോകുന്നത് പൊതുപരീക്ഷാ ഫലം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ആളുകൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈവായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഓരോ രജിസ്റ്റർ നമ്പറുകളും അടിച്ചു കൊടുത്തുകൊണ്ട് അതിലെ മാർക്ക് നോക്കി റിവാലുവേഷന് പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മറ്റൊരു വീഡിയോ ആണ്, ലൈവ് അല്ല എന്ന് മാത്രം. ഇതുപോലെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻ്റ് ഇടുക. നമുക്ക് റീവാലുവേഷന് പറ്റിയതാണോ എന്ന് നോക്കാം. ഒരു കാര്യം ആദ്യം നിങ്ങൾ ചിന്തിക്കണം, റീവാലുവേഷന് കൊടുക്കുമ്പോൾ ഖുർആനിന് റീവാലുവേഷൻ ഇല്ല, അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മാർക്ക്. അപ്പോൾ ഇവിടെ ഒരു കുട്ടി ചോദിച്ച ഇതിങ്ങനെയാണ്: 7ാം ക്ലാസ്സിൽ ഫിഖഹിൽ 90 മാർക്കുണ്ട്, ലിസാനിൽ 85 മാർക്കും ഖുർആനിൽ 100 മാർക്കുണ്ട്. റീവാലുവേഷന് കൊടുത്താൽ ഫിഖഹിന് ടോപ്പ്ലസ് ആയാൽ ഖുർആനിന് 100 ഉള്ളത് കൊണ്ട് ലിസാനിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മാർക്ക് കൂടുമോ? ബാക്കിയുള്ളതും ടോപ്പ്ലസ് ഉണ്ട് എന്ന്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഇവിടെ ടോപ്പ്ലസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഫിഖഹിൽ 90 കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ സംഭവം 97ൻ്റെ മുകളിലുണ്ടാകും. ഇവിടെ 90ഉം അതുപോലെ 85ഉം ആണുള്ളത്. ഫിഖഹ് 90ആണ്, ലിസാൻ 85ആണ്. ഇത് എങ്ങനെയെങ്കിലും 97 ആയിട്ടുണ്ടെങ്കിൽ കിട്ടും. പക്ഷേ അതിനുള്ള മാർക്ക് കുട്ടിക്ക് ഉറപ്പ് വേണം. ഞാൻ ഇത്ര എഴുതിയിട്ടുണ്ട്, അതിലുള്ള മാർക്ക് എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റിവാലുവേഷന് വേണ്ടിയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ യാതൊരു കാര്യം ഉണ്ടാവില്ല, പൈസ പോകുമെന്ന് മാത്രം. പിന്നെ അങ്ങനെ ലിസാന് കൂടിക്കഴിഞ്ഞാൽ ഖുർആനിൽ കൂടും എന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉറപ്പില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തപ്പോൾ കൂടിയിട്ടുണ്ടായിരുന്നില്ല. എന്താ കാരണം? അല്ലാഹു അഅലം. അതുപോലെ മറ്റൊരു കമൻ്റാണ്: അസ്സലാമു അലൈക്കും ഉസ്താദെ, ക്ലാസ് 5 താരീഖ് ശത്രുക്കൾ ഓടി രക്ഷപ്പെട്ട യുദ്ധം ഖൈബർ എഴുതിക്കൂടെ? കോമൺ അല്ലേ? എല്ലാ യുദ്ധത്തിലും ശത്രുക്കൾ ഓടി രക്ഷപ്പെട്ടിട്ടില്ലേ? പ്ലീസ് റിപ്ലൈ സ്പീഡ്. അതായത് പൊതുവേ നമ്മൾ ആൻസർ കീ ഉണ്ടല്ലോ, അതായത് പൊതുപരീക്ഷയ്ക്ക് പരീക്ഷ പേപ്പർ നോക്കുന്ന സമയത്ത് അവിടെ ആൻസർ കീയിൽ അവിടുന്ന് പ്രത്യേകം സൂപ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഓടിപ്പെട്ട മാർക്ക് പോകുന്നില്ല. ഇനി മറ്റൊരാൾ ചോദിച്ചിട്ടുള്ളത്, റീവാലുവേഷന് കൊടുത്താൽ മാർക്ക് കൂടിയാൽ ക്യാഷ് തിരിച്ചു കിട്ടുമോ എന്നാണ്. നമ്മൾ റീവാലുവേഷന് കൊടുത്ത ശേഷം മാർക്ക് കൂടിയ ശേഷം പിന്നെ റീവാലുവേഷന് വേണ്ടി കൊടുത്ത പൈസ ഉണ്ടല്ലോ, അത് തിരിച്ച് കിട്ടുമെന്ന്. അത് കിട്ടൂല കേട്ടോ. ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ അത് നിലവിൽ നിന്ന് എന്ത് ചെയ്യും, ഒഴിവാക്കി. അപ്പോൾ അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, റേഞ്ച് റിസൾട്ട് എങ്ങനെയാണ് നോക്കുക? നമ്മൾ കഴിഞ്ഞ വർഷത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കിട്ടിയിരുന്നു, കുറച്ച് മുന്നേ കിട്ടിയിരുന്നു. നമ്മൾ ഈ വർഷത്തെ റിസൾട്ട് വരുന്നതിന് മുമ്പൊക്കെ റേഞ്ച് റിസൾട്ട് കിട്ടിയിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തിൽ നമ്മൾ റിസൾട്ട് ചെക്ക് ചെയ്തപ്പോൾ അവിടെ മദ്രസ വൈസും ഉള്ളൂ, പിന്നെ അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഇതിൽ കൊടുക്കേണ്ട, അതായത് ഓരോ വിദ്യാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ അടിച്ചുകൊണ്ട് കണ്ടെത്തുന്ന രീതിയിലുള്ള റിസൾട്ടുമായിരുന്നു. അതിൽ റേഞ്ച് വൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അത് അവിടെ കാണുന്നില്ല. അത് മിക്കവാറും ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞാൽ അത് കാണും. കാരണം എന്താ വെച്ചാൽ അത് റേഞ്ചിൻ്റെ മൊത്തത്തിലുള്ളത് ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് ചിലപ്പോൾ റിവാലുവേഷൻ കഴിഞ്ഞിട്ട് അയക്കാൻ വരാം, അതല്ലെങ്കിൽ ചിലപ്പോൾ അതിന് മുന്നേയും വരാം. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രതീക്ഷിക്കാം, അത് വരാതിരിക്കില്ല കേട്ടോ ഇൻഷാ അല്ലാഹ്. ഇനി മറ്റൊരു കമൻ്റാണ്: ഖുർആനിലെ മാർക്ക് കുറവുണ്ട്, അത് എന്തേലും ചെയ്യാൻ പറ്റുമോ? മോൻ നല്ലോണം ഓതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഉറപ്പ് പറയാൻ കഴിയുന്നില്ല, മാർക്ക് കൂടുമെന്ന് ഉറപ്പില്ല. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മാർക്ക് കുറവുള്ള ഏതെങ്കിലും ഒരു വിഷയം എന്ത് ചെയ്യുക, ഖുർആന് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരിക്കലും റിവാലുവേഷന് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ വേറെ ഏതെങ്കിലും വിഷയത്തിന് കൊടുക്കുക റിവാലുവേഷന്. എന്ത് വെച്ചാൽ, ഇപ്പോൾ ഈ റിവാലുവേഷൻ നോക്കുന്ന ഉസ്താദ്, അതായത് ഇപ്പോൾ ഈ കുട്ടിയുടെ ബാക്കിയുള്ള എല്ലാ മാർക്കും അതവിടെ നോക്കും.
സമസ്തയിൽ നിന്ന് വലിയ വലിയ ഉസ്താദ് വരെ നോക്കുക. അപ്പോൾ ബാക്കിയുള്ള മാർക്ക് നോക്കിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുക, വിലയിരുത്തുക. കുട്ടീനെ അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണ്, കഴിവുള്ള കുട്ടിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ വേറെ ഒരു വിഷയത്തിന് എന്ത് ചെയ്യുക, റിവാലുവേഷന് കൊടുക്കുക. ഉറപ്പില്ല, ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണ്. അപ്പോൾ വേറൊരു വിഷയത്തിന് വേണ്ടി റിവാലുവേഷന് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണ് കുറവുള്ളതെന്ന് തോന്നുകയാണെങ്കിൽ ആ വിഷയത്തിൽ കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഖുർആനിൽ കണ്ണിൽ പെടും. ഖുർആൻ്റെ മാർക്ക് കണ്ണിൽ പെടുമല്ലോ. പിന്നെ ബാക്കിയുള്ള വിഷയങ്ങളിലോ ടോപ്ലസിൻ്റെ മാർക്കുണ്ട്. ഈ കുട്ടിക്ക് ഖുർആനിൽ മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ കുട്ടിക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല റിവാലുവേഷന് കൊടുത്തിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. മറ്റൊരു കമൻറ്റ് നമുക്ക് വായിച്ചു നോക്കാം. ടോപ്ലസ് ഉണ്ട്, ഫിഖ്ഹിലും അഖീദയിലും 97 കുട്ടി ഫുൾ എഴുതിയിട്ടുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് മാർക്ക് കുറയുമോന്ന്. നമ്മൾ സമസ്തയുടെ സർക്കുലർ വന്നപ്പോൾ അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് അക്ഷരത്തെറ്റിൽ മാർക്ക് കുറക്കുമെന്ന്. ആ കുട്ടിക്ക് എഴുതുന്നതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് മാർക്ക് കുറക്കും. ഇപ്പോൾ ടോപ്ലസ് കിട്ടിയിട്ടുണ്ടല്ലോ, അൽഹംദുലില്ലാ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനൊക്കെ മാർക്ക് കുറക്കുന്ന ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സർക്കുലറിൽ വന്നതുകൊണ്ട് അതങ്ങനെ തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ചും ടോപ്ലസ് ഉള്ളതെങ്കിൽ ഫുള്ള് മാർക്കുള്ള 100-ൽ 100 മാർക്കുള്ള കുട്ടികളൊക്കെ നല്ലപോലെ ചെക്ക് ചെയ്യും. കാരണം ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും വരാൻ പാടില്ല എന്നുള്ളത് അങ്ങനത്തൊക്കെ. ഇനി മറ്റൊരു കമൻറ്റ് വായിച്ചു നോക്കാം. ഉസ്താദേ, ഫിഖ്ഹിൽ 100, ഖുർആനിൽ 100, ദുറൂസിൽ 100, താരീഖിൽ 92, ലിസാനിൽ 81. 3 വിഷയത്തിൽ 100 മാർക്കുണ്ട്, പക്ഷേ 2 വിഷയത്തിൽ മാത്രമേ കുറവ്. റിവാലുവേഷന് കൊടുത്താൽ ടോപ്ലസ് ഉണ്ടാകുമോ? താരീഖ് 100 മാർക്ക് പ്രതീക്ഷിച്ചാണോ, ലിസാന് 97. അപ്പോൾ നീ ധൈര്യമായിട്ട് കൊടുത്തോളൂ. പ്രതീക്ഷ വേണം, അതാണ് വേണ്ടത്. അതായത് എനിക്ക് ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് കൂട്ടി നോക്കിയപ്പോൾ ഉറപ്പായിട്ട് 97 ഉണ്ട് അല്ലെങ്കിൽ 97 മുകളിലുണ്ടെന്ന് ഉറപ്പുള്ള ഏത് കുട്ടികൾക്കും ധൈര്യമായിട്ട് റിവാലുവേഷന് കൊടുക്കാം. അല്ലാത്തവർ ഒരു ഉറപ്പുമില്ല, കൂടി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് വെറുതെ റിവാലുവേഷന് കൊടുത്താൽ അങ്ങനെ കൂടി കിട്ടൂല. എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ മാത്രമേ അത് കൂടി കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ലിസാന് 97 റിവാലുവേഷന് കൊടുത്താൽ ടോപ്ലസ് ഉണ്ടാകുമോ? പ്ലീസ് റിപ്ലൈ. ടോപ്ലസ് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല, ഇൻഷാ അല്ലാ. പിന്നെ ഏതായാലും പ്രതീക്ഷ ഉണ്ടല്ലോ നിങ്ങൾക്ക് 97 മുകളിലുണ്ടെന്ന്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ റിസൾട്ടിൽ മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്, ടോപ്ലസ് ആകാനും സാധ്യത ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൊടുത്തു നോക്കി, ഈ 2 വിഷയങ്ങളിലും താരീഖിലും ലിസാനിലും കൊടുത്തു നോക്കാം. പിന്നെ മറ്റൊരു കമൻറ്റാണ്, റിവാലുവേഷന് എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന്. റിവാലുവേഷൻ്റെ സമയം വന്നിട്ടുണ്ടായിരുന്നു. അത് ഇത്ര ഡേറ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്രൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, റിവാലുവേഷന് കൊടുക്കണം. അതുപോലെ പരീക്ഷയ്ക്കും ഇൻഷാ അല്ലാ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ വേറെ ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഇൻഷാ അല്ലാ വിശദമായിട്ട് പറയാം കേട്ടോ. മറ്റൊരു കമൻറ്റാണ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എൻ്റെ മോള് 7ാം ക്ലാസ്സാണ്, ഡിസ്റ്റിങ്ഷൻ പ്രതീക്ഷിച്ചിരുന്നു. 60, 70, 68, 86, 80 ഇങ്ങനെയാണ് മാർക്ക് കിട്ടിയത്. അവർ പറയുന്നുണ്ട് ഇത്ര അല്ല കിട്ടേണ്ടത്. അവർക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. റിവാലുവേഷന് കൊടുത്ത് കിട്ടുമോ? പ്ലീസ് റിപ്ലൈ. ഈ പറഞ്ഞതുപോലെ 60ഉം 70ഉം ഇപ്പോൾ റിവാലുവേഷന് ഡിസ്റ്റിങ്ഷൻ കിട്ടേണ്ടത് 80ആണ്. 80ആണ് കുറഞ്ഞത് വേണ്ടത്. ഇവിടെ 60ഉം 70ഉം 68ഉമാണ്. ഈ പറഞ്ഞ ഈ 3 വിഷയത്തിൽ കയറുകയാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഡിസ്റ്റിങ്ഷൻ കിട്ടും, അത് ഉറപ്പാണ്. നമുക്ക് പ്രതീക്ഷ ഉണ്ടല്ലോ, അപ്പോൾ ധൈര്യമായിട്ട് റിവാലുവേഷന് കൊടുക്കുക. ഈ 3 വിഷയമാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ. പിന്നെ പല കുട്ടികളും കമൻറ്റ് ചെയ്യുന്ന മറ്റൊരു കമൻറ്റാണ്, ഉസ്താദേ റിവാലുവേഷന് കൊടുത്താൽ ഉള്ള മാർക്ക് കുറയുമോയെന്ന്. അങ്ങനെ കുറക്കൊന്നുമില്ല. മറിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും കൂട്ടിയിട്ടതിൽ മാർക്ക് കൂടിപ്പോയതോ ഉണ്ടെങ്കിൽ അങ്ങനെ കുറക്കും. കൂട്ടിയപ്പോൾ 97 ഉണ്ടായിരുന്നു, പക്ഷേ കൂട്ടിയിട്ട ഉസ്താദ് എന്ത് ചെയ്തു, 98 ഇട്ടു. എന്നാൽ ആ 98 നിന്ന് 1 മാർക്ക് കുറക്കും, കാരണം കൂടിയത് 1 മാർക്കായിരുന്നു. അപ്പോൾ ആ മാർക്ക് കുറക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ പറഞ്ഞ പോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാർക്ക് കുറക്കലുണ്ട്. പക്ഷേ ഇങ്ങനെ റിവാലുവേഷന് കൊടുക്കണമെങ്കിൽ അങ്ങനെ മാർക്ക് കുറയലില്ല കേട്ടോ. ധൈര്യമായിട്ട് കൊടുക്കുക, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ മറ്റൊരു കമൻറ്റാണ്, റിവാലുവേഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ? റിവാലുവേഷന് റിസൾട്ട് എങ്ങനെ അറിയുക എന്നൊരു വീഡിയോ ചെയ്യുമോ?
അതായത് റീവാലുവേഷന് കൊടുക്കേണ്ട സമയം നമുക്ക് മുമ്പേ അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ പറയാം, സേ പരീക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്ത ശേഷം പിന്നീട് എന്ത് ചെയ്യും, റിവാലുവേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേ സൈറ്റിൽ പോയിട്ട് തന്നെ വീണ്ടും എന്ത് ചെയ്യാം, മാർക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ അതിൽ മാർക്ക് കൂടേണ്ട വിഷയങ്ങളിൽ റിവാലുവേഷന് കൊടുത്ത ഏതൊക്കെ വിഷയമുണ്ടോ അതിലെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് മാർക്ക് കൂടിയിട്ടുണ്ടാകും. അങ്ങനെ തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ അപേക്ഷ കൊടുക്കേണ്ടത് അത് നമുക്ക് കൊടുക്കാൻ കഴിയില്ല, അത് മദ്രസ സൈറ്റിലൂടെയാണ് കൊടുക്കുക. അത് സദർസ്ഥാവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ക്ലാസ് ഉസ്താവുമായി ബന്ധപ്പെട്ടോ എന്ത് ചെയ്യുക, അത് റിവാലുവേഷന് വേണ്ടി എന്ത് ചെയ്യുക, അപേക്ഷിക്കുക. ഒരു വിഷയത്തിന് 100 രൂപയാണ് റിവാലുവേഷന് വേണ്ടി വരുന്നത്. അപ്പോൾ 3 വിഷയമാകുമ്പോൾ അത് 300 വരും കേട്ടോ. പിന്നെ സേ പരീക്ഷയ്ക്കും ഇതുപോലെ ഫീസ് ഉണ്ട്. സേ പരീക്ഷയ്ക്ക് ഒറ്റ വിഷയത്തിൽ പരാജയപ്പെട്ടവർക്ക് സേ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് 250 രൂപയാണ് ഫീസ് വരുന്നത്. മറ്റൊരു കമൻറ്റാണ്, അടുത്ത വർഷത്തിൽ പൊതുപരീക്ഷ അപ്ഡേഷൻ വീഡിയോ ചെയ്യുമോ? അതിനെപ്പറ്റി ഇൻഷാല്ലാ ഞാനൊരു വേറെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു 5 ഒഴിവാക്കി 6ലേക്കും അതുപോലെ 7 ഒഴിവാക്കി 8ലേക്കും ആക്കിയിട്ടുണ്ടായിരുന്നു എന്ന്. ഇൻഷാല്ലാ വീണ്ടും അതിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ കൃത്യമായി ഞാൻ പറയാം. മറ്റൊരു കമൻറ്റാണ്, ഫിഖിൽ 84 മാർക്കുണ്ട്, ലിസാനിനും 84 തോന്നുന്നുണ്ട്, ലിസാനും തജ്വീദും കൂടിയില്ലേ 80 മാർക്ക്, അഖ്ലാഖ് 100 മാർക്ക്, അഖീദ 100 മാർക്ക്, ഖുർആൻ 90 ഉണ്ട്. റിവാലുവേഷന് കൊടുത്താൽ പറ്റുമോന്ന്, റിവാലുവേഷന് കൊടുക്കാൻ പറ്റുമോന്ന്? കൊടുക്കുക, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ++ പ്രതീക്ഷിച്ചാണെങ്കിൽ സാധ്യത കമ്മിയാണ്. നിങ്ങൾക്ക് 80നേക്കാൾ കൂടുതൽ 97 മാർക്ക് കിട്ടുമെന്നോ പ്രതീക്ഷ ഉണ്ട് ബാക്കി 3 വിഷയങ്ങളിൽ എന്നുണ്ടെങ്കിൽ കൊടുക്കുക. ഇനി മറിച്ച് ഇപ്പോൾ നിലവിൽ ഡിസ്റ്റിങ്ഷൻ എന്നുള്ള ഗൈഡിലേക്കാരം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ റിവാലുവേഷന് കൊടുക്കുന്നത് ++നാണെന്നുണ്ടെങ്കിൽ അതിനുള്ള മാർക്ക് പ്രതീക്ഷ ഉണ്ടാകണം. വെറുതെ കൊടുത്താൽ അങ്ങനെ കൂടുമൊന്നുമില്ല, എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റൊരു കമൻറ്റാണ്, ഉസ്താദെ റിവാലുവേഷന് കൊടുത്താൽ കിട്ടിയ മാർക്ക് കുറയുമെന്ന്. കിട്ടിയ മാർക്ക് അങ്ങനെ കുറയൊന്നുമില്ല. പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല, 96 2 വിഷയത്തിലും ഉണ്ട്, ഇനി കിട്ടിയതിലും കുറയുമോ? അങ്ങനെ കുറയലില്ല, കിട്ടിയ മാർക്ക് കുറയലിന്ന പരിപാടിയില്ല. പക്ഷേ നമ്മളെന്തെങ്കിലും ഉസ്താദുമാർ ചിലപ്പോൾ കൂട്ടിയിട്ടതിന് പിഴവുണ്ടെങ്കിലൊക്കെ അങ്ങനെ അല്ല കുറക്കുക എന്നല്ലാതെ ടോട്ടലായിട്ട് എന്ത് ചെയ്യില്ല, കിട്ടിയ മാർക്കൊന്നും കുറക്കലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ 96 2 വിഷയത്തിൽ 96 എന്നല്ല പറഞ്ഞത്, എങ്ങനെയെങ്കിലും ഒരു മാർക്ക് 2 വിഷയത്തിലും കിട്ടുമെന്നുണ്ടെങ്കിൽ റിവാലുവേഷന് വേണ്ടിയിട്ട് ആ 2 വിഷയം കൊടുക്കുക. ഒന്ന് കൊടുത്തു നോക്കാം, ഇൻഷാല്ലാ ഭാഗ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇൻഷാല്ലാ കിട്ടും. മറ്റൊരു കമൻറ്റാണ്, എൻ്റെ മോൾക്ക് 4 വിഷയത്തിലേക്കാണ് തോന്നുന്നുണ്ട് 100, ഖുർആൻ 99 ഒരു മാർക്ക് റാങ്ക് പോയി, ഇനിയെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. റീവാലുവേഷന് കൊടുത്താൽ മാർക്ക് കൂടുമെന്ന് പറയാൻ കഴിയില്ല, സാധ്യത കമ്മിയാണെങ്കിലും നിങ്ങൾക്ക് തൃപ്തിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക, റീവാലുവേഷന് കൊടുക്കുക. പക്ഷേ ഒരു വിഷയമുണ്ട്, ഖുർആനിൽ റീവാലുവേഷൻ ഇല്ല. പിന്നെ 4 വിഷയങ്ങളിൽ 100 ഉണ്ടായത് കൊണ്ട് റിവാലുവേഷൻ പിന്നെയും കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാതിരിക്കലായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. മറ്റൊരു കമൻറ്റ് വായിച്ചു നോക്കാം. ഫിഖിൽ 97 മാർക്കുണ്ട്, ഖുർആനിൽ 99, അഖ്ലാഖ് താരീഖ് 97, തജ്വീദ് ലിസാന് 85, അഖീദ 84. തജ്വീദ് ലിസാന് അഖീദ റിവാലുവേഷന് കൊടുക്കാൻ പറ്റുമോ? എഴുതിയ മാർക്ക് കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ എഴുതിയ മാർക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചത് നല്ല ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് റിവാലുവേഷന് കൊടുക്കുക. 85 അതുപോലെ 84, അതായത് തജ്വീദ് ലിസാനും അതുപോലെ മറ്റേതോ അഖീദ, ഈ 2 വിഷയം എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് കൊടുക്കുക കേട്ടോ, ഇൻഷാ അല്ലാ. മറ്റൊരു കമൻറ്റാണ്, ഉസ്താദ് 7ാം ക്ലാസ്സിലെ താരീഖ് ഫിഖ് പ്രവർത്തനം 3ന് ആൻസർ നമ്പർ എഴുതിയതിനാണ് മാർക്ക് നഷ്ടമായി. റിവാലുവേഷന് കൊടുത്താൽ മാർക്ക് ലഭിക്കുമോ? പ്ലീസ് റിപ്ലൈ. അത് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ മാർക്ക് കുറയ്ക്കുക തന്നെ ചെയ്യും. പിന്നെ അത് കിട്ടുമെന്ന് പറയാൻ കഴിയില്ല, വേണമെങ്കിൽ റിവാലുവേഷന് കൊടുത്തു നോക്കാം, അത്രേ ഉള്ളൂ. അത് ഭാഗ്യം പോലെ ഇരിക്കും. മറ്റൊരു കമൻറ്റാണ്, 7ാം ക്ലാസ്സിലാണ്,
ഫിഖ് 87, ലിസാന് 91, താരീഖ് 100, ദുറൂസ് 99, ഖുർആൻ 98. റിവേലേഷന് കൊടുക്കാമോ? ഇതിൽ ടോപ്പ് പ്ലസിന് വേണ്ടിയിട്ടാണെങ്കിൽ 87, 91 ഈ രണ്ട് വിഷയങ്ങളിലും 97 മാർക്കെങ്കിലും കുറഞ്ഞത് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കുക. അല്ലാതെ കൂടാൻ വേണ്ടിയിട്ടെന്ന് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് എഴുതിയതിപ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു എനിക്ക് 97ൻ്റെ മുകളിലുണ്ട് അല്ലെങ്കിൽ 97 ഉണ്ടാവുന്നു. അങ്ങനെ പ്രതീക്ഷയുള്ളവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. മറ്റൊരു കമൻറ്റാണ്, റീവാലുവേഷൻ എന്താണ് ചെയ്യുക? 4 വിഷയം കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് 1, 2, 3, 4, 5 എത്രയും കൊടുക്കാം. പക്ഷെ ഖുർആനിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, റീവാലുവേഷൻ ഉണ്ടാവില്ല. ഖുർആനിൽ റീവാലുവേഷൻ കൊടുക്കാൻ കഴിയില്ല. ബാക്കിയുള്ള എല്ലാ വിഷയത്തിനും റീവാലുവേഷൻ കൊടുക്കുക. എത്ര വിഷയമാണെങ്കിലും അതിനൊക്കെ റീവാലുവേഷൻ കൊടുക്കാം. പക്ഷെ ഖുർആന് എന്ത് ചെയ്യാൻ പറ്റില്ല, റീവാലുവേഷൻ ഇല്ല. മറ്റൊരു കമൻറ്റാണ്, ലിസാന് 91, ഫിഖ് 94, ദുറൂസ് 94, താരീഖ് 100, ഖുർആൻ 98. ഇതിൽ 98ഉം 100ഉം പിന്നെ ബാക്കിയുള്ള 3 വിഷയങ്ങളിലാണ് ടോപ്പ് പ്ലസിൻ്റെ മാർക്ക് ലഭിക്കേണ്ടത്. ഈ 3 വിഷയങ്ങളിലും 97 കിട്ടുമോ അല്ലെങ്കിൽ 100ൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു മാർക്ക് 97, 98, 99, 100 ഇതിലേതെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് റിവാലുവേഷന് കൊടുക്കുക. കിട്ടുമെന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് തോന്നുമല്ലോ ആൾക്ക് ഫുള്ള് മാർക്കുണ്ട് അല്ലെങ്കിൽ ആകെ 2 മാർക്കേ പോകുന്നുണ്ടാവുള്ളൂ, ബാക്കിയുള്ള മുഴുവനും കിട്ടുമെന്ന് ഉറപ്പുള്ളവർക്ക് റിവാലുവേഷന് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. മറ്റൊരു കമൻറ്റാണ്, എൻ്റെ മോൻക്ക് ഫിഖ് 96, ഖുർആൻ 100, അഖീദ 81, തജ്വീദുൽ ലിസാൻ 77, താരീഖും അഖ്ലാഖും 79, മൊത്തം ടോട്ടൽ 433. 4 മാർക്ക് കിട്ടിയാൽ ഡിസ്റ്റിങ്ഷൻ കിട്ടുമോ? അത് റീവാലുവേഷന് ചെയ്താൽ പറ്റുമോ? ഇപ്പോൾ ഇതിലേ 4 മാർക്ക് പറഞ്ഞാൽ അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല. അതായത് ഇവിടെ ഈ 77 ഉള്ളത് അതെന്ത് ചെയ്യണം, 80 ആവണം, 3 മാർക്ക്. പിന്നെ അതായത് ഇതിൽ ഈ വിഷയത്തിൽ 3 മാർക്ക് കിട്ടണം. പിന്നെ ഈ വിഷയത്തിൽ 1 മാർക്കും, താരീഖ് അഖ്ലാഖിൽ 1 മാർക്കും. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഡിസ്റ്റിങ്ഷൻ കിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ടോട്ടലായിട്ട് കൂട്ടരുത്. ഒരിക്കലും ടോട്ടലായിട്ടുള്ള മാർക്കല്ല നോക്കണത്, നമ്മൾ ഓരോ വിഷയത്തിലുള്ള മാർക്കാണ് നോക്കണത് കേട്ടോ. അപ്പോൾ റിവാലുവേഷന് കൊടുത്താൽ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കുക. പരീക്ഷ എഴുതിയപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുമല്ലോ ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ടെന്ന്. അപ്പോൾ ധൈര്യമായിട്ട് കൊടുക്കുക.